എൻ്റെ അമ്മ, ഇത് ആപ്പിളിൻ്റെ സൈസ് ഉണ്ടല്ലേ? ഇത് ശരിക്കും നമ്മളെ നാട്ടില് നാടൻ വെള്ളം കാച്ചാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? പണ്ട് കാലങ്ങളിൽ നല്ലോണം ഇല്ലേ? നമ്മ പണ്ട് വിഷുവിനെല്ലാം അണ്ടി ഉറക്കി വെച്ചിട്ടാണ് പടക്കം പണിക്കില്ല അവര്. ഇത് അണ്ടിക്കറി ആക്കലുണ്ടേ അല്ലേ? ഇതാണ് മുളച്ചത്. ഇത്രയും ലേശം മഴ വന്നാല് ഇതിനെ കൂടി വെള്ളം വായ്പൊണ്ണ് വന്നാൽ ഇത് 10 തിന്നാല് അല്ലെങ്കിൽ 3-4 തിന്നാല് അത് നിൽക്കും. ഫിനിഷ്. പിന്നെ വന്നാല് കാൽസ്യത്തിന്റെ കുറവ് ഭയങ്കരല്ലേ? ഭയങ്കരമാണ്. ഇതിപ്പം ഭക്ഷണം സാധനം കഴിച്ചതിന്റെ ബാക്കിയില്ല വേസ്റ്റ് ആയിരുന്നു. ഓ ഐസ്ക്രീം ഉണ്ട്. ഇത് ഏതാ? എനക്കൊന്ന് ഐസ്ക്രീം കടക്കാരാണോ? അല്ല ഇവർക്ക് ഇഷ്യൂ ചെയ്യല്ലോ മറ്റേ ഓരോ ഈ വളരെ നല്ലൊരു ഔഷധം ഇതന്നെ മരുന്ന് തന്നെയാണ് ശരിക്കും. തീർച്ചയായിട്ടും ആരിനെ ഒരു ഫ്രണ്ട്സ്, ഞാനിന്ന് CRP ക്യാമ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഏട്ടനെ കണ്ടേ റോഡ് സൈഡിൽ നിന്ന് അണ്ടി ഉറക്കുന്നുണ്ട്. അണ്ടി ഉറക്കുന്നത് പറഞ്ഞാൽ പിന്നെ ഇതാണ് പറങ്കാവിൻ്റെ അണ്ടി ഉറക്കുകയാണ്. അതായത് ക്യാഷ് നെറ്റായിട്ട് ഇടുന്നത് കേട്ടോ. എന്തെല്ലാം ഇത് നമ്മളെ നാട്ടിൽ ഇതിനെ അണ്ടി ഉറക്കലെന്നല്ല പറയുന്നത്. അതന്നെ കാസർഗോഡ് ജില്ലയിൽ കൊരട്ട വർക്കല്ലേ? കൊരട്ടാന്ന് പറയും. കാസർഗോഡ് ജില്ല ഏകദേശം ആ ഭാഗത്തെല്ലാം കൊരട്ട വർക്കെന്ന് പറയും. കൊരട്ടാന്ന് പറയും. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉള്ളത്. പിന്നെ ഇത് മാർച്ച് മുതൽ തുടങ്ങി. മാർച്ച് ഏപ്രിൽ ജനുവരിയിൽ ഇത് പൂക്കും. ജനുവരി ഫെബ്രുവരിയോടുകൂടി കശുവണ്ടി തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ആകുമ്പോക്ക് അഥവാ നല്ലോണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി പിടിക്കും. അതുപോലെ കത്തി കരിയും ചെയ്യും. കാരണം മഴക്കാറ് വന്നാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ഇതിന്റെ ശരിക്കും നമ്മളെ എല്ലാവർക്കും ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. അതായത് പിന്നെ ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ഇത്. പക്ഷെ ഇത് പ്രോസസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നല്ല പൈസ. ഇതിന്റെ നല്ല പരിപ്പാണ് ഇത്. നല്ല പരിപ്പ് പറഞ്ഞാൽ ഇത് ശരിക്കുള്ള പരിപ്പാണ്. ഒറിജിനൽ പരിപ്പാണ് ഇത്. ഇതിന്റെ ഇതെടുത്തു പിന്നെ നമ്മളെ പിന്നെ പഴം കഴിഞ്ഞു അല്ലേ? ഓ, ഇത് നിങ്ങളെ വളപ്പാ? ഇത് ഇവിടെ കുറെ വേസ്റ്റ് എല്ലാം കാണുന്നു. റോഡ് സൈഡിലേക്ക് വേസ്റ്റ് കൊണ്ടിടുന്നു കാണാതെ. ഇവിടെ ഇപ്പം പഞ്ചായത്തുകാരെ എങ്ങനെയെങ്കിലും ലൈറ്റ് ഫിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണൂലായിരുന്നു. എപ്പം കാണും. എന്റെ മോനെ, ഇത് ഭയങ്കരല്ലേ? ഭയങ്കരമാണ്. ഇതിപ്പം ഭക്ഷണം സാധനം കഴിച്ചതിന്റെ ബാക്കിയില്ല വേസ്റ്റ് ആയിരുന്നു. ഓ ഐസ്ക്രീം ഉണ്ട്. ഇത് ഏതാ? എനക്കൊന്ന് ഐസ്ക്രീം കടക്കാരാണോ? അല്ല ഇവർക്ക് ഇഷ്യൂ ചെയ്യല്ലോ മറ്റേ ഓരോ ഓരോ എന്നാ പറയാ നമ്മളെ കല്യാണ പാർട്ടിക്കും അതുപോലെ. നിങ്ങൾ ഇതിനെ കൊണ്ട് കെണിഞ്ഞു അല്ലേ ശരിക്കും പറഞ്ഞാൽ? ഇവിടുന്ന് ഭക്ഷണം ഒന്നും കഴിക്കാൻ ഇതൊന്നും. അതുകൊണ്ടാണ് 3-4 ഒരാഴ്ച 2 എല്ലാം കഴിയുമ്പോൾ നമ്മൾ അണ്ടി വറക്കാൻ പോകുന്നത്. ഇപ്പം മഴ പെയ്തുകൊണ്ട് ഇപ്പം സ്മെല്ലില്ല. എല്ലാം ചീഞ്ഞ് വെയിലും കൊണ്ട് മഴയും കൊണ്ട് സ്മെല്ല് മാറിയതിന് ശേഷം ഈ അണ്ടി വറക്കാം. പക്ഷേ ഈ പ്ലാസ്റ്റിക്കെല്ലാം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദുരിതം ദ്രോഹം ചെയ്യല്ലേ? ഇവിടുന്ന് വളവെന്ന് വണ്ടി അവിടെ എടുത്ത് അങ്ങ് ചാടും. അതുകൊണ്ട് അവരിൽ ഇപ്പം വയക്കിട്ട് കാണുന്നില്ലേ കുറച്ചെല്ലാം വയക്കുന്നത്. നമ്മളെല്ലാം ഇവിടെ വയക്കിട്ടുണ്ട്. എല്ലാം വൃത്തി വയക്കുന്ന എന്ത് ചെയ്യാണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ മറവിൽ എല്ലാവരും ചെയ്യും. ഈ പോസ്റ്റിലോ അല്ലെങ്കിൽ ആ താഴത്തെ പോസ്റ്റിലോ പഞ്ചായത്ത് അധികൃതർ നമ്മുടെ PW ഇവര് കുറച്ച് ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കുറെ ഇല്ലാണ്ടാക്കായിരുന്നു. പക്ഷെ ഒന്നുമില്ല. അഥവാ ലൈറ്റ് താഴെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സംഭവം വീഡിയോ അങ്ങനെ ഇടലൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാല് ജസ്റ്റ് ഞാൻ നിങ്ങളോട് കണ്ടുതരാൻ ചോദിച്ചതാണ്. അണ്ടി പറക്കാൻ നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല മണത്തിലല്ലേ? അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട പറങ്കാവാണ്. പിന്നെ പറങ്കാവ് തോട്ടം അങ്ങുണ്ട്, വേറെ പറമ്പുണ്ട് അപ്പുറത്ത്. അത് നിങ്ങൾക്ക് തന്നെയാ? അല്ല, അത് വേറെ ആളതാണ്. അതും ഇതുമെല്ലാം കൂടി മേക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകലാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം 152 വരെ വിലയുണ്ടായി. ശരിക്കും നമുക്കൊന്നും ഇപ്രാവശ്യം അണ്ടിയില്ല. ശരിക്കും പിന്നെ 2-3 പറങ്കാവ് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടില് പിന്നെ അണ്ടി ഉറുക്കൊന്നും പറയും, പിന്നെ പറങ്കാവ്. അതിലൊന്നുണ്ടല്ലോ, ഒറ്റൊന്നുണ്ടല്ലോ. അത് പറിക്കാൻ പറ്റുമോ? അത് അല്ല, അതെങ്ങനെയാ പറിക്കുക? കുലുക്കിയിട്ടായിട്ടും? എന്നാൽ നമുക്കത് തിന്നു നോക്കാം എങ്ങനെയുണ്ട് അല്ലേ? ഞാൻ ഹെൽമെറ്റെല്ലാം ഊരി എന്തായാലും. എന്നാ ചീമേനി അങ്ങനത്തെ പരിപാടി ഉണ്ട്? കിട്ടി. നമുക്ക് അണ്ടി നോർമാണ്ടി പറഞ്ഞ എന്തോ ബ്രാൻഡിന്റെ ആയിട്ട് ഇതല്ലേ ഏട്ടാ? ഇവർ അണ്ടി വർക്കിട്ട് നോർമാണ്ടി എന്ന് പറഞ്ഞ അണ്ടീന്റെ പേര് ഇതാ. എന്റെ മോനെ, ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാൻ ആണല്ലേ?
എന്തെന്നാ സാധനല്ലേ, ഒരു ഭക്ഷ്യോ അല്ലെങ്കിൽ വേറെ ഒന്നും ആക്കിയില്ല. ഒന്നും ആക്കിയിട്ട് ഇതിപ്പോ നമ്മൾ ഇപ്പം കിട്ടിയാലും നല്ല പഴം നന്നായി തിന്നു. എൻ്റെ അമ്മ, ഇത് ആപ്പിളിന്റെ സൈസ് ഉണ്ടല്ലേ. സൈസാണ് ഇത് ശരിക്കും നമ്മളെ നാട്ടില് നാടൻ വെള്ളം കാച്ചാണ് ഇത് ഉപയോഗിക്കുന്നല്ലേ. പണ്ട് കാലങ്ങളിൽ നല്ലോണം ഇല്ലേ. നിങ്ങക്ക് വേണ്ടേ ഒരു കഷ്ണം എടുത്തോ? സ്ഥിരം അല്ല നമ്മുടെ അടുത്ത് ഉണ്ട്. എന്നാലും ഇത് നമ്മളെ ആൾക്കാരെ മുന്നിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടന്റെ പേരെന്നാന്ന് പറഞ്ഞേ? ജഗദീശ് എന്ന പേര്. ജഗദീഷ് ഏട്ടൻ. ഓക്കെ ഓക്കെ. ഓ താഴെ വീടല്ലേ. ഓഹോ ഹോ. ഇവിടെ എന്താ ഇതുണ്ട്, അക്കരെ പറയുമ്പോ തോടുണ്ടോ? തോടുണ്ട്. ആഹാ, അതുകൊണ്ട് അക്കരെ പറയുന്നല്ലേ. അപ്പുറത്തേക്കാണ്. ഓക്കെ ഓക്കെ. എന്നാലും നമുക്ക് ജഗദീഷ് ഏട്ടന്റെ കഴിഞ്ഞു ഏകദേശം. നമുക്ക് തിന്നു നോക്കാം എങ്ങനെയുണ്ട്. നല്ല രുചിയാണ്, നല്ല രുചിയാണ്. ആപ്പിൾ ഇത് കറയാന്ന് അല്ലേ? മേലെ കുട്ടിയാ കറയാണ്. കറയാം. ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ മുണ്ട് പ്രത്യേകിച്ച് ഷർട്ടും മുണ്ടിനും കറ പോവുകയേ ചെയ്യില്ല. ഓ എന്റെ അമ്മോ, ഇതാ എന്നെ നല്ല രുചിയാണ്. പറഞ്ഞേണ്ടി എന്റെ അമ്മ എന്തോ ഭാഗ്യത്തിന് നമുക്കൊന്ന് കിട്ടിയല്ലേ. ഇതാ എല്ലാം ഇടാ. നിങ്ങ അങ്ങനെ ദിവസം വരലുണ്ടാവൂലോ അല്ലേ, ഒരു മരം ഇല്ലാണ്ട്. ആന്നല്ലേ. അയ്യോ, അത് ഭയങ്കര ദ്രോഹം തന്നെപ്പാ. ഒന്നും പറയണ്ട. ഓ നിങ്ങളിതാ ഇറക്കത്തിലേ ഇവരെ അണ്ടി ഇപ്പം പൊറുക്കിയതാണ്. ഇപ്പൊ എത്രയുണ്ട് കിലോന്? എത്രയുണ്ടാവും? ഇന്നിപ്പോ 137 ഉറുപ്പിയുണ്ട് ഉണ്ടല്ലേ. 152 വരെ കിട്ടിയിട്ടുണ്ടായി. അതുവരെ കിട്ടിയിട്ടുണ്ടായി. ഇപ്പം കുറഞ്ഞു. മഴ പെയ്താ ഇതിന്റെ വില തനിയെ ഇടിയുമോ. അതെന്തോ ഒരു കളിയില്ലേ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് നനിയൊന്നുമില്ല. ഇത് കറുപ്പടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി പോയി. ഓ അങ്ങനെയുണ്ട്. അറിയാത്തോണ്ട് കഴിക്കുന്നത്. അമ്മ പണ്ട് വിഷുവിനെല്ലാം അണ്ടി ഉറക്കി വെച്ചിട്ടാണ് പടക്കം പണിക്കില്ല ആ ഒരു. നമ്മള് അതേമാതിരി തന്നെ. അതായത് ഇതിന്റെ ഈ നല്ലോണം മഴ 3-4 ദിവസം പെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറ് മാറും. പരിപ്പിന് നല്ല പരിപ്പ് കിട്ടൂല, അത് മുളക്കും. ഇവിടെ ഒരു മുള ഉണ്ടായിട്ടുണ്ട്. മുളക്കും. മുളച്ചോ? ആ ഇത് 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 അണ്ടിക്കറിയാക്കലുണ്ട്. അണ്ടിക്കറിയാക്കും അല്ലേ. ഇതാണ് മുളച്ചത്. ഇത്രയും ലേശം മഴ വന്നാല് ഇതിലെ കൂടി വെള്ളം അത് തിന്നാൻ കഴിയില്ല. നിങ്ങളൊരു നല്ല ടേസ്റ്റാ. നല്ല രസമാണ്. ഉഗ്ര സാധനം കേട്ടോ. ഞാൻ എന്തായാലും ഈ ആപ്പിൾ പോലത്തെ ഇതെല്ലാം എനക്കൊന്നും ഇതിൽ നല്ല വിറ്റാമിൻ ഉണ്ടാവും അല്ലേ. നമ്മ അറിയാത്തതാണ്. നമ്മ വെറുതെ പൈസയും കൊടുത്തിട്ട് മരുന്നടിക്കുന്ന സാധനം മേടിക്കും. പക്ഷെ എനക്കൊന്ന് വ്യാവസായിക അടിസ്ഥാനത്തിലാക്കുന്ന അങ്ങനത്തെ സാധനം. ഇതൊന്നും മരുന്നടിക്കാൻ നാടൻ സാധനം. അതിന്റെ മേലെ ഇനി ഉണ്ട് കേട്ടാ, ഒറിജിനൽ സാധനം. ഈ സാധനം ഇല്ലേ, ഇതിന്റെ നീര്. ഇത് വേറൊരു കാര്യമാണ്. വായ്പുണ്ണ് പോവാൻ. വായ്പുണ്ണ് വന്നാൽ ഇത് 10 തിന്നാല് അല്ലെങ്കിൽ 3-4 തിന്നാല് അത് നിൽക്കും. ഫിനിഷ്. പിന്നെ വന്നാല് കാൽസ്യത്തിന്റെ കുറവ്. നമ്മളിങ്ങനെ കിടക്കുമ്പം പേശി ഇങ്ങനെ ഒരു സ്ഥാനത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ കോച്ചിപ്പെടുത്തുണ്ടാവും. അതിന് ഏറ്റവും നല്ല മരുന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷമെല്ലാം ഞാനിപ്പോ രാവിലെ 2:30-3 മണിക്ക് ഉറങ്ങിയിരിക്കും. ടാപ്പിംഗ് ആണ് മൊത്തം. 2:30 പിന്നെ എൻ്റെ കൊണ്ട് കുറച്ച് നമ്മളെ ഇത് പിന്നെ വേറൊരു പറമ്പുണ്ട്, അപ്പുറം തുടങ്ങും. എല്ലാം കൊണ്ട് 2:30 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത് ഒരു 9:30 ആകുമ്പോൾ. അപ്പൊ നമ്മൾ എപ്പോഴും അധ്വാനല്ലേ. അപ്പൊ ചില സമയത്ത് നമുക്ക് പേശികൾ പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനത്തെ തിന്നും. ഈ പറഞ്ഞാപ്പഴം പ്രത്യേകിച്ച്. പക്ഷെ പറഞ്ഞാപ്പഴം സീസൺ, ഈ പറഞ്ഞാപ്പഴം ഈ സീസണിലേ കിട്ടൂ. ഇപ്പൊ അല്ലേ കിട്ടൂലോ അല്ലേ. അതാണ് വായ്പുണ്ണിന്. അതുപോലെ കാൽസ്യത്തിന്റെ ഇങ്ങനെ ഈ അണ്ടിക്കറി വെക്കുന്ന ഈ മുളച്ച സാധനം ഭയങ്കര ടേസ്റ്റ് ആണ്. ഒന്നും പറയാനില്ല. പച്ചണ്ടി കീറിയിട്ട് വെക്കുന്നവരുണ്ട്. പച്ചണ്ടി, ചാളിയണ്ടി. അതെന്തിനാണെന്നോ? അത് കറി വെക്കും അല്ലേ. നമ്മളെ ഈ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ചക്കക്കുരു ഇട്ടിട്ട് വെക്കും. ചക്കക്കുരു ഇട്ടും. ചക്കക്കുരു അല്ലേ. ചക്കക്കുരും ഇതും രണ്ടും ഒരേ ഇതാണ്. അമൃത് പോലത്തെ സാധനം തന്നെ രണ്ടും. പക്ഷെ ഇതിന്റെ വില ആയിരിക്കും അറിയില്ല, ഇതിന്റെ മൂല്യം അറിയില്ല. അത്ര നല്ല ഇതാണ്. വളരെ നല്ലൊരു ഔഷധം. ഇതന്നെ മരുന്ന് തന്നെയാണ് ശരിക്കും. തീർച്ചയായിട്ടും. ആരിന് ഒരു പ്രത്യേകിച്ച് കെമിക്കൽ ഒന്നും ഇടാണ്ട് നമ്മൾ ആക്കുന്ന ഈ സാധനത്തിന് എക്സ്ട്രാ ഒരു അല്ലേ. അതെ. പിന്നെ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതാണ്. പിന്നെ എന്റെ ഈ സാധനം കഴിഞ്ഞുതാ. ഞാൻ നല്ല ചണ്ടി പോലെ ആക്കി. അതന്നെ ഭയങ്കര ഇതാണ്. അതാണ് ഇത്രയും വെള്ളമല്ല അല്ലേ. വെറും വെള്ളം. നമ്മൾ ആപ്പിളെല്ലാം എത്രയോ പൈസ കൊടുത്തിന് മേടിക്കുന്നതാണ്. ഒരു പൊറുക്കാണ് ഇങ്ങനെ.
പണ്ടേ വീണതേ മുമ്പേ. ഇത് വള അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ഇത് ഇതിന്റെ പഴം വളമായിട്ടാണ്? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല അല്ലേ? പഴം വീണ അന്നേരം ചീഞ്ഞു. പണ്ടേ നമ്മുടെ നാട്ടിൽ നാടൻ വെള്ളം ആക്കുന്നവർക്കല്ലേ ഇത് നല്ല എല്ലാം. ഇത് മറ്റേ ഗോവയിലില്ലേ ഫെനി എന്ന് പറഞ്ഞിട്ട്, ഇതിന്റെ നാടൻ വെള്ളം തന്നെയല്ലേ ഫെനി അല്ലേ? സ്ട്രോങ് സാധനം. പിന്നെ വവ്വാല് വിടൂല അല്ലേ? ആദ്യം ഇതിപ്പോ മാർച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ, ഫെബ്രുവരി മാർച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വവ്വാൽ ഇത് ഭയങ്കര ശല്യ ആണല്ലേ? ഇത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വലിയ മരത്തിന്റെ അതിൽ കൊണ്ടുപോയിട്ട് എല്ലാം അതിന്റെ ചോട്ടിലിടും. പിന്നെ കുറയും, ഭയങ്കര ഭക്ഷണമാണ്. ഇത് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണല്ലേ? ഇതാണ് അല്ലേ? വീടെല്ലാം ഉണ്ടല്ലോ ഏട്ടാ നിങ്ങളെ വേസ്റ്റ് അല്ലേ? നിങ്ങൾ ടിവിന്റെ എല്ലാം അങ്ങനത്തെ എല്ലാം കാണുന്നുണ്ടല്ലോ എന്തെല്ലോ. അത് വേസ്റ്റിനെ തട്ട്. അതായത് ഈ വീട് വലിയ വലിയ ആൾക്കാർ VIP വീട് പണിയെടുക്കുമല്ലോ, അവർക്ക് ഈ വേസ്റ്റ് കാർഡിൽ ചാടാൻ സ്ഥലമില്ലാത്തവരുണ്ടാക്കും. കുറേശ്ശെ വണ്ടി കൊണ്ടുവന്നിട്ട് അങ്ങ് ചാടുമല്ലോ, ഒറ്റ ഇളക്കും. ഇളക്കും. ഇത് പണ്ടാര പറഞ്ഞ മാതിരി VIP ഇത് ചാടുന്നത്. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും നമ്മളെ പോലത്തെ സാധാരണക്കാർ. എന്താ ചെയ്യാ പാവം. അയ്യോ കഷ്ടന്നെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ദിവസം വരുമ്പോ ഒരു എന്ത് ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്? അയ്യോ, ഒരു പട്ടി കത്തി വീട കൊണ്ടെത്തി, നല്ല പൂച്ചപ്പട്ടി. വീട്ടിൽ ചത്തായിരിക്കും. അതാണ്. എന്താ ചെയ്യാ? ഞാൻ എടുത്ത് വലിച്ചു കുഴിച്ചിടാനുള്ളൊരിതില്ല, എടുത്ത് ചാടി. ഞാൻ എന്നിട്ട് ആടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ പണിയെടുക്കണ്ടേ? രാവിലെ ഈ 2:30-3 മണിക്ക് വന്നിട്ട് നമ്മൾ ഈ പണിയെടുക്കുന്ന നെല്ല് കൊണ്ടല്ലേ, കാറ്റൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് ശ്വാസം മുട്ടും രാവിലെ. അതെ. എന്നിട്ട് ഞാൻ എടുത്ത് വലിച്ചു കൊണ്ടുപോയി. നിങ്ങൾ അന്നേരം ടാപ്പിംഗ് വരെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടാപ്പിംഗുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ഇതൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ഒരു കാറ്റില്ലാ സമയം. നിങ്ങൾ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂ ആയിരിക്കും, ഡ്രസ്സും നല്ല അടിപൊളി തന്നെ. തീർച്ചയായിട്ടും അങ്ങനെയില്ല. എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ തന്ന ആള് നമ്മളെ ജഗദീഷ് ഏട്ടൻ അല്ലേ? ജഗദീഷ് ഏട്ടൻ്റെ എന്തായാലും നല്ലൊരു നിമിഷം, നല്ലൊരു അറിവ്. നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ പല സംഭവങ്ങളും അറിയാം. അപ്പം അതുകൊണ്ട് അണ്ടി പെറുക്കുന്ന നേരം ഒരു യാദൃശികമായിട്ട് അല്ലേ കണ്ട ഒരു സംഭവം, അതായത് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും. അപ്പം നമുക്കൊരു അണ്ടിപ്പഴം തിന്നാൻ കഴിഞ്ഞു. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ അണ്ടി എന്നാണോ പറയല്, കാഷ്യൂ എന്നാണോ പറയല്, കാഷ്യൂ പെറുക്കലാന്നോ എന്നാന്നും അറിയില്ല. അപ്പം നമ്മളെ നാട്ടിൽ അണ്ടി പെറുക്കാൻ പോകുന്നത് കാജു അല്ലേ? അപ്പൊ എന്തായാലും അതൊരു ഹിന്ദിക്കാരൻ ഒരു ദിവസം ഇതിലെ കൂടി ആ പെയിന്റിങ്ങിലെ പണിയെടുക്കുന്ന ഒരു പയ്യന്മാർ ഇതിലെ കൂടി പോകുമ്പോ ഒരു ദിവസം ഈ കാജു പാർക്കി ഒരു 2-3 കിലോ ഉണ്ടായി. ആടെ നീരുന്നെല്ലാം പറക്കിയിട്ട് ഞാൻ പിടിച്ചു. അത് പെറുക്കലെന്ന് പറഞ്ഞാല് 2 എടുത്താ പോട്ടെ എടുക്കാം. അന്നേരം കക്കലായില്ലേ അത്? കളവന്നെ. പിന്നെ ഒരു 3 കിലോ ഉണ്ട്. അങ്ങ് ആടെ പോയി. അപ്പൊ ഞാൻ പാല് കൊടുക്കുന്നുണ്ട് അവിടെ. പെണ്ണുങ്ങൾ എന്റെ ഭാര്യ അങ്ങോട്ട് പാലും കൊണ്ട് പോയി. തിരിച്ച് ഞാൻ അങ്ങോട്ട് പാലും കൊണ്ട് പോയപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ അണ്ടി പറക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ആടെ ഉണ്ടല്ലോ ഒരാൾ അണ്ടി പറക്കുന്നു. ഞാൻ തിരിച്ച് മെല്ലെ നോക്കുമ്പോ അണ്ടി മറക്കിട്ട് എന്റെ അമ്മ അത് ഭയങ്കര. അത് റോഡ് സൈഡിലായോണ്ട് പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ എടുത്തായിരിക്കും. അങ്ങനെ പിന്നെ ഞാനൊന്നും കംപ്ലൈന്റ്. ഞാൻ പറഞ്ഞൊരു 4-5 നീ വേണമെങ്കിൽ ഇനി എടുത്തോ, ചൂടാൻ വേണ്ടി എടുത്തോ. ഇത് നിങ്ങൾക്ക് പൊറുക്കി കിട്ടുകയും ചെയ്തു അല്ല ഒരു കണക്കിന് നോക്കുമ്പോ. അല്ല എന്നാലും അത് കക്കലിനെ നമുക്ക് വേറൊരാളെ മുതല് കക്കല് പറഞ്ഞാലേ ഭയങ്കര മോശമല്ലേ. കുറച്ചെണ്ണം അവർക്ക് കൊടുത്തു, ബാക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ എന്നാ ഉഷാറാക്ക. ഇനിയിപ്പോ നമുക്ക് കണ്ടേല് സന്തോഷം, അതൊന്നും പ്രശ്നമൊന്നുമില്ലപ്പാ. നമ്മളിതാ ഒരു ശരിയായ രീതി മണക്കും നമുക്ക് പ്രശ്നം. നമ്മി പണിയെടുത്തിട്ട് തന്നെ വരുന്നത്. എൻ്റെ പഠിച്ചല്ലാന്ന് അടിച്ചല്ലേ അടുത്തന്നെ ചന്ദ്രവേലിൻ്റെ അടുത്താണ്. എന്തായാലും നമ്മളുടെ ചാനലിലൂടെ ഇത്തരത്തിലുള്ള നമ്മളെ നാട്ടിലെ ദൃശ്യങ്ങളായിരിക്കും നിങ്ങളെല്ലാവരും കാണുന്നത്. അപ്പം പിന്നെ നമ്മളെ ജഗദീഷ് ഏട്ടനെ കണ്ടത് വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷം നമുക്ക് കിട്ടി. പിന്നെ ഇതെല്ലാം തിന്നാൻ കഴിഞ്ഞു, ഭയങ്കര സന്തോഷം. നമ്മളെ നാട്ടിലെ ഒരു വൈബാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. ഒരു ബായ് പറഞ്ഞേട്ടോ. ബൈ. ഓക്കെ, താങ്ക് യു ബൈ.